തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വസ്തു ഒഴിപ്പിക്കലിനിടെ മാതാപിതാക്കൾ പൊള്ളലേറ്റു മരിച്ച സംഭവം മാതാപിതാക്കളുടെ കല്ലറ പൊളിക്കുമെന്ന നിലപാടിലാണ് രഞ്ജിത്ത്. വസ്തു അയൽവാസിയായ വസന്തയുടേതാണ് എന്ന കോടതി വിധിക്ക് പിന്നാലെയാണ് ഈ പ്രതിഷേധം. സർക്കാരിൽ നിന്നും നീതി കിട്ടിയില്ല എന്നാരോപിച്ച് രഞ്ജിത്ത് ബാങ്ക് രേഖകളും വസ്തുവിന്റെ രേഖകളും കത്തിച്ച് പ്രതിഷേധിച്ചു. അതിയന്നൂർ സ്വദേശി രാജന്റെയും അമ്പിളിയുടെയും മൃതദേഹം മറവു ചെയ്യാൻ മകൻ രഞ്ജിത്ത് കുഴിയെടുക്കുന്ന ഈ ദൃശ്യം 2020 ഡിസംബർ 28-നായിരുന്നു സംഭവം. പിന്നാക്ക വിഭാഗത്തിനു വേണ്ടി സർക്കാർ അനുവദിച്ച ഭൂമിയിലായിരുന്നു തർക്കം. അയൽവാസി വസന്ത ഭൂമിയിൽ ഉടമസ്ഥാവകാശവുമായി കോടതിയിൽ നിന്ന് അനുകൂല വിധി വാങ്ങി. ഒഴിപ്പിക്കൽ നടപടിക്കിടെ രാജനും അമ്പിളിയും തലയിൽ കൂടി മണ്ണെണ്ണ ഒഴിച്ച് പ്രതിഷേധിച്ചു. പിടിച്ചുമാറ്റുന്നതിനിടെ തീ പടർന്ന് രാജനും അമ്പിളിയും മരിച്ചു. പിന്നാലെ സർക്കാർ സഹായധനം ഉൾപ്പെടെ അനുവദിച്ചിരുന്നു. വിവാദ ഭൂമിയിൽ തന്നെയാണ് രാജന്റെ മക്കൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് വസ്തു വസന്തയുടേത് തന്നെയെന്ന് വീണ്ടും വിധി വന്നു. ഇതോടെയാണ് മകൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എനിക്ക് എൻ്റെ അപ്പനെ അമ്മയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. അവരെ കൊന്നിട്ട് അവരെ പേരിൽ ഒരു നടപടി എടുത്തില്ല. അങ്ങനെ എനിക്ക് വേണ്ട, ഒന്നും വേണ്ട, സ്ഥലവും വേണ്ട, വീടും വേണ്ട, പൈസയും വേണ്ട, ഒന്നും വേണ്ട. ഞാനല്ലേ എൻ്റെ അമ്മയും അപ്പനെ ഇവിടെ അടക്കിയ, ഞാൻ നിന്നെ പൊളിച്ചു മാറ്റാം. നെയ്യാറ്റിൻകരയിൽ തെളിഞ്ഞത് സർക്കാരില്ലായ്മയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു. ആ പാവങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ ഗവൺമെന്റ്? പാവങ്ങളുടെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക സർക്കാർ. ഞാൻ പറയല്ലോ, സർക്കാരില്ലായ്മ അത് തന്നെ. വിഷയത്തിൽ നാട്ടുകാരിടപെട്ട്